പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളെ ഈ ഒരു വർഷത്തിൻ്റെ അവസാന പീരീഡുകളിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മളെ അത്ഭുതമായി പരിപാലിച്ചു. ദൈവത്തിൻ്റെ കൃപയും പരിപാലനം നമുക്കുണ്ടായിരുന്നു. തുടർ നിമിഷങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. യെഹെസ്കേൽ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് ഈ രാത്രിയിൽ നമ്മൾ ശ്രദ്ധയെത്തിരിക്കാം. 44-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ കിഴക്കേ കവാടത്തിലേക്ക് യെഹെസ്കേലിനെ കൊണ്ടുപോയി ആ കവാടം അടച്ചിട്ടിരിക്കുന്നു. അതെന്തിനാണ് അടച്ചിട്ടിരിക്കുന്നതെന്നും അതിലൂടെ ആരാണ് പ്രവേശിക്കാൻ പോകുന്നതെന്നും യെഹെസ്കേലിനെ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ആരെയൊക്കെയാണ് ആലയത്തിൽ നിന്ന് പുറത്തു കൊണ്ട് ആക്കുന്നത്, ആരെയൊക്കെയാണ് അകത്തേക്ക് ആരെയൊക്കെയാണ് പ്രവേശിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കണമെന്ന് യെഹെസ്കേലിനെ ദൈവം അരുളപ്പാട് അറിയിക്കുന്നു. അതിനുശേഷം ലേവ്യരായിരിക്കുന്ന ജനങ്ങൾ, ആളുകൾ ദൈവാലയത്തെ സൂക്ഷിക്കുവാൻ, അതിൽ വേല ചെയ്യുവാൻ ആക്കി വച്ചിരിക്കുന്നവർ, ഒരു വിധത്തിലും അഗ്രചർമ്മമില്ലാത്ത, ഹൃദയത്തിലും ജഡത്തിലും അഗ്രചർമ്മമില്ലാത്ത ജാതികളായിരിക്കുന്നവരെ അതിനകത്ത് കയറ്റുകയും അതിനകത്ത് ആ നില പ്രവർത്തിച്ചു മ്ലേച്ഛത പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ദൈവം കൈ ഉയർത്തി അവർക്ക് വിരോധമായി തീർന്നു. അതിനുശേഷം യഹോവയെ ദൈവം പറയുന്നു, നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ അകൃത്യം നിങ്ങൾ തന്നെ വഹിക്കണം. എന്നാൽ അവരോട് പറയുന്ന അവർക്കൊരു വാഗ്ദത്തമായി കൊടുക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എൻ്റെ ആലയത്തിൽ എൻ്റെ പടിവാതിക്കൽ എല്ലാ ശുശ്രൂഷകന്മാരായി കാവൽ നിന്ന് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യണം. നിങ്ങൾക്ക് മറ്റൊന്ന്, യാഗം കഴിക്കാൻ വരുന്ന ആ ശുശ്രൂഷ മുൻപാകെ അവരുടെ മുൻപിൽ നിങ്ങൾ നിൽക്കണം. അവരുടെ ഒരു വിധത്തിൽ നിങ്ങൾ ചെയ്ത അകൃത്യം നിങ്ങളുടെ മേലെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരെ പുനരുദ്ധരിക്കുന്ന ഒരു വാഗ്ദത്തത്തിലേക്കാണ് അത് പ്രവേശിക്കുന്നത്. എന്നാൽ യഹോവയായ ദൈവം അതിന് നടുവിൽ കൂടെ പറയുന്നുണ്ട്, എൻ്റെ ആലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് സാദോക്കിൻ്റെ പുത്രന്മാരാകുന്ന ലേവി പുരോഹിതന്മാരെ എൻ്റെ അടുക്കൽ വരണം. നിങ്ങൾ മറ്റവരോട് നിങ്ങളുടെ അകൃത്യം നിങ്ങളുടെ മേൽ നിങ്ങൾ തന്നെ വഹിക്കണം, നിങ്ങൾ കാവൽക്കാരായിരിക്കണം, നിങ്ങൾ യാഗം കഴിക്കാൻ വരുന്നതിന് മുമ്പിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും സാദോക്കിൻ്റെ പുത്രന്മാരുടെ ബന്ധത്തിൽ പറയുമ്പോൾ അവർ പറയുന്നത്, ശുശ്രൂഷ ചെയ്യേണ്ട എന്നോട് അടുത്തു വരികയും എൻ്റെ മുമ്പാകെ നിൽക്കുകയും വേണം. പിന്നെ എൻ്റെ മേശയുടെ അടുക്കൽ വരികയും എൻ്റെ കാര്യവിചാരണ നടത്തുകയും ചെയ്യണം. അപ്പം ഈ നിലയിലുള്ളതായ ഒരു വ്യത്യസ്തമാകുന്ന ഒരു പ്രോത്സാഹനമൊന്നു മാത്രമല്ല, ദൈവം അവരെ മേൽവിചാരകന്മാരാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നയിക്കുന്നു. കാരണം എല്ലാം അവിടെ മുൻപുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ എന്നെ വിട്ടു പോയപ്പോൾ, എന്നിൽ അകന്നു പോയപ്പോൾ സാദോക്കിൻ്റെ പുത്രന്മാർ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു എന്ന് വായിക്കുന്നുണ്ട്. അപ്പം അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിങ്ങളെ അധികത്തിന് വിചാരകന്മാരാക്കുമെന്ന് ദൈവം തന്നെ വചനത്തെ യേശു കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്.
അതുതന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എല്ലാവരും വഴിതെറ്റിപ്പോയപ്പോൾ ഇവർ അതിലേക്ക് ശ്രദ്ധിക്കാതെ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഒരിക്കലും മറക്കാത്ത കർത്താവ് അത് ഓർത്തിരുന്ന് അവരെ മറ്റൊരു തലത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്. നാം ഇതിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച പഠിച്ചത്, നാം ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരായിത്തീരുന്നാൽ നിശ്ചയമായും ദൈവം നമ്മയും നമ്മുടെ തലമുറയും ദൈവം അത് നീതിയായി കണക്കിടും എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇനിയും അതിന് 17 മുതൽ 19 വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അത് പുരോഹിതന്മാരുടെ വസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് കൊടുത്തിരിക്കുന്നത്. പുരോഹിതന്മാർ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ശണം കൊണ്ടുള്ള വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത്. തലപ്പാവും കാൽക്കുപ്പായവും എല്ലാം ചണം കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ശുശ്രൂഷിക്കുമ്പോൾ വേർക്കുന്ന തരത്തിലുള്ളതായ ഡ്രസ്സുകൾ, മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. വേർക്കാത്ത ആ നിലയിലുള്ളതായ മെറ്റീരിയൽസ് വേണം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ തുന്നേണ്ടത്, തയ്ക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിനകത്ത് ശുശ്രൂഷിക്കുമ്പോൾ ദൈവിക സമാധാനത്തോടും അതിൻ്റെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ അതിൻ്റെതായ നിലയിൽ കർത്താവിൻ്റെ വേല ചെയ്യണം, അതിൽ ശുശ്രൂഷ ചെയ്യണം എന്നാണ് അതിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ വേർക്കുന്ന തരത്തിലുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് വേർത്ത് കുളിച്ച് അത് എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോകണം, ആകപ്പാടെ ഒരു സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് അത് നീങ്ങും. അതുകൊണ്ട് യഹോവയായ ദൈവം പറഞ്ഞു, ആ നിഴലിൽ നീ ഇടല്ലേ, നീ ശുശ്രൂഷിക്കുന്ന സമാധാനത്തോടെ സന്തോഷത്തോടെ അതിൻ്റെതായിരിക്കുന്ന നിലയിൽ ശുശ്രൂഷിക്കണമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി ആ 19 വാക്യം അവസാനിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റണം. എന്ന് പറഞ്ഞാൽ ആലയത്തിനകത്ത് ശുശ്രൂഷിക്കാൻ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അത് വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. അത് ശുശ്രൂഷയ്ക്ക് ശേഷം അത് മടക്കി അത് വെക്കേണ്ട സ്ഥലമുണ്ട്. അത് നമ്മൾ മുൻ അധ്യായങ്ങളിൽ കണ്ടു കഴിഞ്ഞു. ആ സ്ഥലത്ത് അത് നിങ്ങൾ വെക്കണം. ഇതും ഉടുത്തുകൊണ്ട് ധരിച്ചുകൊണ്ട് വെളിയിൽ പബ്ലിക്കിൽ പോകാനോ മറ്റുള്ള ആളുകളോട് സമ്പർക്കം പുലർത്താൻ പാടില്ല എന്ന് ഇതിന് മുൻ അധ്യായങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആലയത്തിനകത്ത് ശുശ്രൂഷിക്കാൻ വരുമ്പോൾ ഒരു ഡ്രസ്സ് അത് അവിടുത്തെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ തിരിച്ച് ഊരി വെക്കണം. അതല്ലാതെ പബ്ലിക്കിലേക്ക് അത് കൊണ്ടുപോകാൻ പാടില്ല. പബ്ലിക്കിലിടുന്ന ഡ്രസ്സ് ആലയത്തിനകത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അത് പബ്ലിക്കിൽ ഉപയോഗിക്കുന്നത് പബ്ലിക്കിൻ്റെ ആവശ്യത്തിന്. അത് നമ്മൾ വേർതിരിച്ചാണ് കാണുന്നത്. അത് വേർതിരിച്ചാണ് യഹോവയായ ദൈവം അവരോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആലയം വിശുദ്ധമാണ്, അതിൽ വസിക്കുന്ന ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് നീയും വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ വേണം ആലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കേണ്ടത്. സങ്കീർത്തനം അങ്ങനെ വായിക്കുന്നല്ലോ, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ യഹോവ സന്നിധിയിൽ വരുവീരെന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ വരേണ്ടത് വിശുദ്ധമാകുന്ന വസ്ത്രാലങ്കാരത്തോടെ ആയിരിക്കണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ ആ നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് നിലയിലുള്ളതായിരിക്കണം. ഇതിനെല്ലാം ദൈവം ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഡ്രസ്സിനായാലും കൊള്ളാം, അതിനൊരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് ആ കാര്യങ്ങൾ യഹോവയായ ദൈവം അത് വെച്ചിരിക്കുന്നത്. അല്ലാതെ അവരവർക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുവാനോ തോന്നുന്ന പോലെ
നടക്കാനോ ഡ്രസ് ഇടാനോ അതിനുള്ളതല്ല ദൈവാലയത്തിനകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയുണ്ട്, ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിലൂടെ മാത്രമേ അകത്ത് പ്രവേശിക്കാവൂ എന്ന് ഇവിടെ യെഗസ്കേൽ മുഖാന്തരം വരാൻ പോകുന്ന ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷന്മാർക്കുള്ളതായ ഡ്രസ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡ്രസ്, നമ്മുടെ ജീവിത ശൈലികൾ, ഇടുന്നതായ ഡ്രസ്സുകൾ, ആലയത്തിൽ വരുമ്പോൾ ഉണ്ടായിരിക്കേണ്ട അനുഭവങ്ങൾ, ഇതെല്ലാം വ്യത്യസ്തമാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പോകണമെന്ന് യഹോവയായ ദൈവം ആഗ്രഹിക്കുകയും അത് തന്നെ ജനത്തോടെ പറയുകയും ചെയ്യുന്നു. നമുക്കിനിയും 44-ാം അധ്യായത്തിൻ്റെ 20 മുതൽ വാക്യങ്ങളാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് 20 മുതൽ 22 വാക്യങ്ങൾ നമുക്കത് വായിക്കാം. അവർ തല ക്ഷൗരം ചെയ്യുകയോ തലമുടി നീട്ടുകയോ ചെയ്യാതെ കത്രിക മാത്രമേ ചെയ്യാവൂ. യാതൊരു പുരോഹിതനും വീഞ്ഞു കുടിച്ച് അകത്തെ പ്രകാരത്തിൽ കടക്കരുത്. വിധവയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെയോ ഭാര്യയായി എടുക്കാതെ അവർ ഇസ്രായേൽ ഗൃഹത്തിലെ സന്തതിയുള്ള കന്യകമാരെയോ ഒരു പുരോഹിതന്റെ ഭാര്യയായിരുന്ന വിധവയെയോ വിവാഹം കഴിക്കണം. ഓക്കെ, ഇവിടെ പുരോഹിതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പറയാണ്, അവരെ ഭാഗ്യമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാണ്. ഇതുവരെ പറഞ്ഞത് ആലയത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും ആലയത്തിന് വെളിയിൽ അവരെങ്ങനെയായിരിക്കുന്ന, അവരുടെ സോഷ്യൽ ഉള്ളതായിരിക്കുന്ന ബിഹേവിയർ, സൊസൈറ്റിയിൽ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അവർ മുടി നന്നായി വെട്ടി ഒതുക്കണം. അതിനാണ് പറയുന്നത് മുടി വടിക്കരുത് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്, മുടി നീട്ടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മാന്യമായ നിലയിൽ നീ മുടി വെട്ടിയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഏത് വിധേനയും എങ്ങനെയെങ്കിലും അകത്ത് കടക്കുക എന്നുള്ളതല്ല. നീ കടക്കണമെങ്കിൽ നീ നിന്റെ മുടി വെട്ടേണ്ട നിലയിൽ വെട്ടി ഒതുക്കിയിട്ട്, അത് വെറുതെ മൊട്ടയടിക്കാതെ, അത് ഷേവ് ചെയ്യാതെ, എന്നാൽ അത് നീട്ടിയും വളർത്താതെ അത് വെട്ടേണ്ട വിധത്തിൽ വെട്ടിയിട്ട് വേണം നീ ആലയത്തിൻ്റെ അകത്ത് കടക്കേണ്ടത്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന് 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പ് വടിക്കരുത്. താടിയുടെ അറ്റം വിരൂപമാക്കരുത്. മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. ഓക്കെ, ഇതും ലേവി പുരോഹിതന്മാർക്ക് കൊടുക്കുന്നതാണ്. തലമുടി എന്ന് പറഞ്ഞാൽ ചുറ്റോട് ചുറ്റും അരികു മൊത്തം വടിച്ചു വെക്കല്ലേ, താടിയുടെ അറ്റം കൊണ്ടൊന്ന് വടിച്ചു വെക്കല്ലേ. ഇപ്പൊ ഇങ്ങനെയുള്ള ചില ക്രമീകരണങ്ങൾ പഴയ നിയമത്തിൽ യഹോവയെ ദൈവം പറഞ്ഞിരുന്നു. അത് ഈ യെഗസ്കേലിന്റെ ആലയത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോഴും അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന് പറഞ്ഞത്, നീ പുരോഹിതൻ വീഞ്ഞു കുടിക്കരുത്. നമുക്കറിയാം, ഇസ്രായേലിലെ ജനങ്ങൾ തങ്ങളുടെ കൃഷിവകൾ ഒന്നാണ് മുന്തിരി. അതവരുടെ ക്ലൈമറ്റോടുള്ള ബന്ധത്തിൽ, അവരുടെ ജീവിത രീതിയോടുള്ള ബന്ധത്തിലും അവരെല്ലാവരും വീഞ്ഞുണ്ടാക്കുകയും വീഞ്ഞ് അല്പം അല്പം കുടിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഇവിടെ യഹോവ ദൈവം പുരോഹിതന്മാരോട് പറയുന്നു, നീ വീഞ്ഞു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും മൃദുവായ ലളിതമായതായിരിക്കുന്ന വീഞ്ഞിൻ്റെ ഒരു വിധത്തിലുള്ള സ്വാധീനം പോലും നിന്നിലുണ്ടാകാൻ പാടില്ല. നീ അതിൻ്റെ ഒരു സ്വാധീനത്തോടുകൂടെ നീ ആലയത്തിൻ്റെ അകത്ത് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നീ കുടിച്ചിട്ട് വീഞ്ഞിൻ്റെ ഒരു വലിയ ലഹരിയില്ലാത്ത എളുപ്പമായത് കുടിച്ചിട്ട് ആയാലും ശരി, നീ ഒരു വിധത്തിലും അത് കുടിച്ച് ആലയത്തിനകത്ത് പ്രവേശിക്കല്ലേ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി മറ്റേ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ പറയുന്നത്, വിവാഹമോചിതരായ സ്ത്രീകളെയോ വിധവമാരെയോ നീ വിവാഹം കഴിക്കരുത്. കഴിക്കുകയാണെങ്കിൽ പുരോഹിത കുടുംബങ്ങളിൽപ്പെട്ടവരായിരിക്കുന്ന
ലേവി കുടുംബങ്ങളിൽപ്പെട്ട യുവതികളെയോ ഇല്ല എങ്കിൽ പുരോഹിതന്മാരുടെ ഭാര്യമാർ പുരോഹിതൻ മരിച്ചുപോയ ശേഷം വിധവന്മാരായി തീർന്നവരെയും നിനക്ക് വിവാഹം കഴിക്കാം എന്ന് ആ നിലയിലൊരു കാര്യം യഹോവയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ യെഹെസ്കേലിന്റെ കാലത്ത് വരാൻ പോകുന്ന ആലയത്തിൽ സാദോക്കിന്റെ പുത്രന്മാർ അഥവാ ഇസ്രായേലിലെ പുരോഹിതന്മാർക്കുള്ള ചട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അവർ ഈ നിലയിലുള്ളതായ ചട്ടങ്ങൾ പാലിച്ചിരിക്കണമെന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്തെ ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. നമുക്കതിൻ്റെ 23ഉം 24ഉം വാക്യം ഒന്ന് വായിക്കാം. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. വ്യവഹാരത്തിൽ അവർ ന്യായം വിധിപ്പാൻ നിൽക്കണം. എന്റെ വിധികളെ അനുസരിച്ച് അവർ ന്യായം വിധിക്കണം. അവർ ഉത്സവങ്ങളിലൊക്കെയും എന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ആചരിക്കുകയും എന്റെ ശബ്ബത്തുകളെ വിശദീകരിക്കുകയും വേണം. ഓക്കെ, ഇവിടെ അടുത്ത പുരോഹിതന്മാർ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ജനത്തെ പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കണം? വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ളതായി വ്യത്യാസം എന്താണെന്ന് ജനത്തെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. ഇത് ഇസ്രായേലിലെ പുരോഹിതന്മാരുടെ അടിസ്ഥാന ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ്. ജനത്തിന് അശുദ്ധമേതെ വിശുദ്ധമേതെ ഇതറിയത്തില്ല. അവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം അവർ അവരെ പറഞ്ഞ് പ്രബോധനത്തിലൂടെയും ഏതൊരു ഉദാഹരണത്തിലൂടെയും അവർ അവരെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നോട് പറയുന്നുണ്ട്. മറ്റു അവിടെ അപ്പോൾ ദൈവവചനം പഠിപ്പിക്കണം അവരെ, എന്നാലേ അവർ ദൈവവചനം മനസ്സിലാക്കാനും അതിൽ നിലനിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവവചന പഠനം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനാരും ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. നമ്മളെ സൂമിലൂടെ നടത്തിയാലും അല്ല യൂട്യൂബിൽ ഇട്ടാലും ശരി, അല്ല നമ്മളൊരിടത്ത് ഒരു ബൈബിൾ സ്റ്റഡി അറേഞ്ച് ചെയ്താലും ശരി, ലോക്കൽ ചർച്ചുകളിൽ വെച്ചാലും ശരി, ആളുകൾ അതിന് വലിയ താല്പര്യം കാണിക്കാറില്ല. വളരെ കുറവായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് ഇതിൻ്റെ അകത്തല്ല ഇൻട്രസ്റ്റ്. ഇന്ന് മുകളിൽ നമ്മൾ പുറമേ നോക്കുമ്പോൾ കിഴവി കഥകളെ പറഞ്ഞ് ആളുകളുടെ മനസ്സിനകത്ത് വികാരങ്ങളെ ഇളക്കുന്ന തരത്തിലുള്ളതായ കുറേ ഉപരിവിപ്ലവങ്ങൾ ഉണ്ടാക്കുന്ന കുറേ മെസ്സേജുകൾ, അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആളുകൾക്ക്. ഒന്നും പറഞ്ഞില്ലെങ്കിലും ആളുകൾ അതിനെല്ലാം ആമീൻ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനകത്തൊന്നുമില്ല. ആ പ്രസംഗിച്ചതിനകത്തോ അല്ലെങ്കിൽ പറഞ്ഞതിനകത്ത് ഉൾക്കൊള്ളുവാൻ ഒന്നുമില്ല. പക്ഷെങ്കിൽ ആളുകളെല്ലാം ആമീന് സ്തോത്രം പറയുന്ന കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വചനം പഠിക്കുന്നതിനോട് താല്പര്യമില്ല. ആളുകൾക്ക് ഉപരിവിപ്ലവങ്ങളും വാലല്ലാത്തെല്ലാം തലയാക്കുമെന്നും ഇങ്ങനെയുള്ളതായ മനുഷ്യനെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ചീർപ്പിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി. എന്നാൽ ഈ സൂം ഫ്ലാറ്റും അറ്റൻഡ് ചെയ്യുന്നവരോടും യൂട്യൂബ് അറ്റൻഡ് ചെയ്യുന്നവരും പറയട്ടെ, വചനം സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന വചനം പറയുന്നത്. അതുകൊണ്ട് വചനം പഠിക്കുന്നതിൽ നിങ്ങൾ എക്കാലത്തും ജാഗ്രത പുലർത്തുക. വചനം പഠിച്ചാൽ നിങ്ങൾ സ്വതന്ത്രരായിത്തീരും. അങ്ങനെയാണല്ലോ തീമോഥെയോസിനോട് പറയുമ്പോൾ അങ്ങനെ പറയുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും പ്രബോധനത്തിനും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരേണ്ടതിന്
എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം പഠിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വചനം പഠിക്കുന്നത് എക്കാലത്തും അനുഗ്രഹമാണ്. എന്തെല്ലാം മാറിപ്പോയാലും നീ കേട്ട വചനം ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകത്തില്ല. അത് നിന്റെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും ആ വചനം നിന്നെ നയിച്ചു കൊണ്ടിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ അവസ്ഥയിലൂടെ പോകുമ്പോഴും ശരി, താളം തെറ്റുന്ന ലെവലിലൂടെ പോകുമ്പോഴും ശരി, നമുക്ക് മുൻപോട്ട് പോകുവാൻ വഴി കാണാത്തൊരു നിലയിലൂടെയാണ് പോകുന്നതെങ്കിലും ശരി, ഈ വചനം പഠിച്ചതിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ വചനം നിന്നെ നടത്തും, വഴി നടത്തും. ഇരുട്ടിൽ നിനക്കൊരു പ്രകാശമായിരിക്കും ആ വചനം. അതുകൊണ്ട് 119 സങ്കീർത്തനത്തിൻ്റെ 105 വചനം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്നാണ്. അതുകൊണ്ട് ദൈവവചനം പഠിക്കുക. ദൈവം തരുന്ന ഓരോ നിമിഷങ്ങളും, തരുന്ന ചാൻസസ് ഒന്നും കളയാതെ ദൈവവചനം പഠിച്ച് അത് പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഇരുട്ടിൻ്റെ അവസ്ഥയിലൂടെ പോയാലും ശരി, ദുർഘട മേടുകൾ കൂടെ പോയാലും ശരി, വനത്തിൻ്റെ അനുഭവങ്ങളിൽ പോയാലും ശരി, ഇതിനൊക്കെ ഈ വചനം നമ്മെ ബലപ്പെടുത്തി നമുക്ക് വഴി കാണിച്ചു തന്ന് ദൂരവേ ഉള്ള അപകടങ്ങൾ എന്താണെന്ന് വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരും. അതാണ് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാകുന്നു. അങ്ങനെയെങ്കിൽ ആ വചനം നമുക്ക് മുറുകെ പിടിക്കാം. ആ വചനം നമുക്ക് പഠിക്കുവാൻ ദൈവത്തെ ആത്മ നമ്മെ സഹായിക്കട്ടെ. അതുതന്നെയാണ് ഇവിടെ യെഹെസ്കേലിനോട് പറയുന്നു: നീ ജനത്തെ വചനം പഠിപ്പിക്കുവാൻ പുരോഹിതന്മാർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. നിങ്ങൾ വചനം പഠിപ്പിക്കണം ജനത്തെ. ശുദ്ധവും അശുദ്ധവും തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കണം എന്ന് പറയുന്നുണ്ട്. മറ്റേ പറയുന്നുണ്ട്, നിങ്ങൾ ന്യായാധിപന്മാരായി നിലകൊള്ളണം. പുരാതന ഇസ്രായേലിലെ പുരോഹിതന്മാർക്ക് ന്യായാധിപന്മാരായി, മധ്യസ്ഥന്മാരായി സേവനമനുഷ്ഠിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും പുരോഹിതന്മാർ മധ്യസ്ഥന്മാരായി സേവനമനുഷ്ഠിക്കാറുണ്ട്, ന്യായാധിപന്മാരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. അവർ ദൈവത്തിൻ്റെ നിയമങ്ങളിലും ചട്ടങ്ങളിലും നന്നായി അറിവുള്ളവരാകയാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവ പ്രയോഗിക്കുവാൻ അവർ പ്രാപ്തന്മാരാണ്. അപ്പം പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ന്യായപാലനം ചെയ്തിട്ടുണ്ട്, ന്യായാധിപന്മാരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്, അവർ മധ്യസ്ഥന്മാരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കാരണം അവർ ദൈവത്തിൻ്റെ വചനം, അവർക്ക് നന്നായി നിയമങ്ങളറിയാം, അവർക്ക് ചട്ടങ്ങളറിയാം, അത് പാലിക്കുന്നവരാണ്. തന്നെയുമല്ല, അവർക്ക് ഈ വചനങ്ങളും ഈ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ സമയാസമയങ്ങളിൽ അവർ പ്രയോഗിക്കാൻ പ്രാപ്തന്മാരുമാകയാൽ ദൈവം ആ നില അവരെ ആക്കിയിരുന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന യെഹെസ്കേൽ കാണിച്ചു കൊടുക്കുന്ന ആലയത്തിൻ്റെ അകത്ത് സൂക്ഷിക്കാൻ പോകുന്ന പുരോഹിതന്മാർ കൊടുക്കുകയാണ്: നിങ്ങൾ തർക്കങ്ങൾ വരുമ്പോൾ നിങ്ങൾ ന്യായാധിപന്മാരായി നിലകൊള്ളണമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനിയും അടുത്തത്, അവർ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണം. 24 വാക്യം വായിച്ച്. വ്യവഹാരത്തിൽ അവർ ന്യായം വിധിപ്പാൻ നിൽക്കണം. എന്റെ വിധികളെ അനുസരിച്ച് അവർ ന്യായം വിധിക്കണം. അവർ ഉത്സവങ്ങളിലൊക്കെയും എന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ആചരിക്കുകയും എന്റെ ശബത്തുകളെ വിശദീകരിക്കുകയും വേണം. ഇവിടെ പറയുന്നത് അവർ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണം. അപ്പൊ ദൈവത്തോട് അനുസരണമുള്ള ഒരു ജീവിതം നയിക്കുവാൻ പുരോഹിതന്മാരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ആരാധനയും പഠിപ്പിക്കലും യാഗം എന്നിവയ്ക്കുള്ള നിയുക്തമാകുന്നതായ യോഗങ്ങൾക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശബത്തുകൾക്കും ഒക്കെ നിങ്ങളിത് ചെയ്യണം
എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇതിന് ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ് യഹോവയായ ദൈവം ഇവിടെ പറയുന്നു. എന്നെ അതിലെ ചിന്തിപ്പിച്ച 1-2 പദപ്രയോഗങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. ഒന്ന്, എൻ്റെ വിധികളെ അനുസരിച്ച് അവർ ന്യായം വിധിക്കണം. 2, അവർ ഉത്സവങ്ങളിലൊക്കെ എൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ആചരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇസ്രായേലിന് ദൈവം, പഴയ ഇസ്രായേലിന് ദൈവം ഉത്സവങ്ങൾ കൊടുത്തിരുന്നു. ഉത്സവങ്ങൾ, ഈ ഉത്സവങ്ങൾ ദൈവം അവർക്കായി നിയമിച്ചാക്കിയിരുന്നു. വെറും ആചാരപരമാകുന്ന ഉത്സവമല്ലായിരുന്നു. ആ ഉത്സവങ്ങളിലൂടെയെല്ലാം വരും തലമുറയെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. അവർക്കുള്ളതായ 7 ഉത്സവങ്ങളും അതുതന്നെയായിരുന്നു. 7 ഉത്സവങ്ങളായിരുന്നു. അപ്പം അതെല്ലാം അവിടെ വരും തലമുറ അവരുടെ പിതാക്കന്മാരെ ദൈവം എങ്ങനെ നടത്തി, പിതാക്കന്മാരും ദൈവം നമ്മളെ ബന്ധം, അതിനെക്കുറിച്ച് വരും തലമുറ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ദൈവം അവർക്ക് ഉത്സവങ്ങൾ കൊടുത്തത്. ആ ഉത്സവങ്ങളിലൂടെ അവർ അത് പഠിക്കണമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയായിരുന്നു. അപ്പോൾ ഉത്സവങ്ങൾ വെറും ആചാരങ്ങളാക്കി മാറ്റരുത്. അവിടെ പറയുന്നു അവർ വെറും ആചാരങ്ങൾ, അതിൻ്റെ പ്രമാണങ്ങളുണ്ട്, അതിന് ചട്ടങ്ങളുണ്ട്, അതിൽ പ്രകാരം വേണം അതവർ ആചരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കറിയാം, അത് തന്നെയാണ് യെഹെസ്കേലിന്റെ കാലഘട്ടത്തിൽ വരുന്നതായ ഈ ആലയത്തിനകത്തും ഉത്സവങ്ങൾ നടക്കും. പക്ഷെ ഉത്സവങ്ങൾ വെറും ആചാരങ്ങളാക്കി മാറ്റരുത്. അതിൻ്റെ പ്രമാണങ്ങളുണ്ട്, അതിന് ചട്ടങ്ങളുണ്ട്, അതിൻ പ്രകാരം വേണം അത് ആചരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തോന്നുന്നത് പോലെ അത് ആചരിക്കാൻ പാടില്ല. ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് എവിടുന്നെങ്കിലും ഒരു കൾച്ചർ വന്നു കയറിയിട്ട് അത് ഇതിൻ്റെ അകത്ത് ഡോമിനേറ്റ് ചെയ്ത് അതും ഇതുവരെ കൂട്ടിക്കുഴച്ച് ചെയ്യാൻ പാടില്ല. ചെയ്യുന്നത് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ചട്ടങ്ങളും നിയമപ്രകാരമായിരിക്കണം അത് ചെയ്യേണ്ടത്. നമുക്കറിയാം, ഇനി വരാൻ പോകുന്ന ദിനങ്ങളെന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരായിരിക്കുന്ന ജനങ്ങൾ ക്രിസ്തുമസ് കൊണ്ടാടുന്ന ഒരു ദിനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കരോൾ സർവീസുകളൊക്കെ പലയിടത്തും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാൻ മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ആ ചിന്തയിൽ വന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടും. ഈ സമയത്ത് ക്രിസ്തുമസ് എന്താണ് എന്നുള്ളത് വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ ജനത്തിന് ഇന്നും അറിയത്തില്ല. ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ ജനത്തിൻ്റെ മനസ്സിൽ ഓടി വരുന്നത് ക്രിസ്തുമസ് താത്ത, ഞാൻ തമിഴിൽ പറഞ്ഞു, അതായത് ക്രിസ്തുമസ് ഫാദർ. അതാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഫിഗർ. അതാണ് ക്രിസ്തുമസ് കേൾക്കുമ്പോൾ. 2, ആളുകളെല്ലാം തുള്ളിച്ചാടി വീട്ടിൽ വന്ന് ഡ്രം അടിച്ച് എന്തോ 2 പാട്ട് പാടി പോകുന്ന രംഗം. മറ്റൊന്ന് ചിന്തയിൽ വരുന്നത് അലങ്കാരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, പലതരത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നതായ ചില ചിന്തകൾ, ഇമേജസ് എന്ന് പറഞ്ഞാൽ അതാണ്. സാന്താക്ലോസിൻ്റെ ചിന്തകൾ. സാന്താക്ലോസ് വരും, ഗിഫ്റ്റ് തരും. അപ്പോൾ ആളുകൾ ചെയ്ത് ഗിഫ്റ്റ് എന്നൊക്കെ ക്രിസ്തുമസ് പറഞ്ഞാൽ ഗിഫ്റ്റിൻ്റെ ദിനങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഉള്ളതായ ഒരു ചിന്തകളാണ് ക്രിസ്തുമസ് കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവരായാലും കൊള്ളാം, അക്രൈസ്തവരായാലും കൊള്ളാം, അവരെ മനസ്സിൽ ഓടി വരുന്ന ചിന്തകൾ ഇതാണ്. ഇല്ല എങ്കിൽ അല്പം കൂടെ അധികമായിട്ട് നന്നായിട്ട് ലിക്കർ ഉപയോഗിക്കാം, മദ്യം ഉപയോഗിക്കുന്ന ദിനങ്ങൾ എന്നൊരു ചിന്താഗതി നന്നായിട്ട് ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട്. എന്നാൽ യഥാർത്ഥമാകുന്ന മീനിങ് ആയിരിക്കുന്ന അത് കവർ ചെയ്തു പോയി. അതെന്താണെന്നുള്ളത് ആർക്കും ക്രിസ്തുമസ് കേൾക്കുമ്പോൾ ആ ഒറിജിനൽ മീനിങ് ആരുടെയും ഹൃദയത്തിനകത്ത് വരുന്നില്ല. എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ഓടി വന്ന സാന്താക്ലോസും അങ്ങനെയുള്ളതായ എവിടുന്നോ കയറി കൂടിയ ചില കൾച്ചറിൻ്റെ ഭാഗങ്ങളാണ് എല്ലാവരുടെ മനസ്സിനകത്ത് ഓടി വരുന്നത്. എന്നാൽ യഥാർത്ഥമാകുന്ന മീനിങ് എന്ന് പറയുമ്പോൾ സാക്ഷാൽ ദൈവമായിരുന്നവൻ ജഡത്തിൽ അവതരിച്ചു.
എന്നുള്ളതാണ്. അത് സാക്ഷാൽ ദൈവമായിരുന്നവൻ അതെല്ലാം വിട്ടിട്ട് മനുഷ്യനെ പോലെ മനുഷ്യരൂപത്തിലായി തീർന്നു. അതാണ് ക്രിസ്തുമസിൻ്റെ മെസ്സേജ്. എന്നാൽ ഈ കാലത്ത് അത് കവറപ്പ് ചെയ്തു പോയി. അത് ആർക്കും അറിയത്തില്ല, അതാരും പറയാറുമില്ല. ആളുകളുടെ മനസ്സിൽ ഓടി വരുന്നത് സാന്താക്ലോസ്, ഗിഫ്റ്റ് തുടങ്ങിയതാ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് കൂടിയ കുറെ കൾച്ചറുകൾ കൊണ്ട് അതിനെ കവറപ്പ് ചെയ്തു. യഥാർത്ഥ മീനിങ് മറന്നുപോയി. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെങ്കിലും 10 പേരോട് പറയുമ്പോൾ പറയണം, ഈ സാന്താക്ലോസും ഈ ഗിഫ്റ്റും ഈ അലങ്കാരങ്ങളൊന്നുമല്ല ക്രിസ്തുമസ്. ക്രിസ്തുമസ് എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പേ സാക്ഷാൽ ദൈവമായിരുന്നവൻ ദൈവത്തോളം സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തീർന്നതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഈ ജനത്തോട് പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ചാൻസസ് കളയാതെ അതിനുവേണ്ടി വിനിയോഗിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അടുത്ത പറയുന്നുണ്ട്, അവർ വലിയ നിശ്ചയിക്ക ശബത്തുകളെ നിങ്ങൾ വിശുദ്ധമായി കൊണ്ടാടണം. ശബത്തുകളെ വിശുദ്ധമായി കൊണ്ടാടണം എന്ന് പറഞ്ഞാൽ ശബത്ത് ദിവസം മറ്റുള്ള ദിവസങ്ങളെ പോലെ അത് വ്യത്യസ്തമാണ്. മറ്റുള്ള ദിവസങ്ങളിൽ വേല ചെയ്യാം, വേലയ്ക്ക് പോകാം, എന്തു ചെയ്യാം. എന്നാൽ ശബത്ത് നാളിൽ ഇത്ര മൈൽ കൂടെ, ഇത്ര ദൂരത്തിൽ കൂടെ നടക്കാൻ പാടില്ല, ഇന്നത് ജോലി ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ളതായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇത് പഴയ നിയമത്തിൽ യഹൂദന് കൊടുത്ത പ്രമാണമാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ. യെഹെസ്കേലിനൊക്കെ അവരോട് പറയുമ്പോഴും വരാൻ പോകുന്ന ആലയത്തോടെ ബന്ധം വരുമ്പോഴും പറയുന്നു, ആമേൻ, ശബത്ത് നാളെ വിശുദ്ധമായിരിക്കണം, ശബത്തിനെ വിശുദ്ധമാക്കിയിരിക്കണം. അത് വേർതിരിക്കപ്പെട്ടതായി തന്നെ കാണുകയും വേർതിരിക്കപ്പെട്ടതായി പഠിപ്പിക്കുകയും മറ്റുള്ളത് വ്യത്യസ്തമായി തന്നെ അതിനെ കാണണം, മറ്റുള്ളതിനെ പോലെ കാണാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായ നിലയിലുള്ളതായ ഒരു താക്കീത് അവിടെ കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിനിയും അടുത്ത വേദഭാഗത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് 25 മുതൽ 27 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അവൻ മരിച്ച ആളുകളുടെ അടുക്കൽ ചെന്ന് അശുദ്ധമാകരുത്. എങ്കിലും അപ്പൻ, അമ്മ, മകൻ, മകൾ, സഹോദരൻ, ഭർത്താവില്ലാത്ത സഹോദരി എന്നിവർക്ക് വേണ്ടി അശുദ്ധരാകാം. അവന്റെ ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം 7 ദിവസം എണ്ണേണം. വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവൻ അകത്തെ പ്രകാരത്തിൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്ന ദിവസത്തിൽ അവൻ പാപയാഗം അർപ്പിക്കണം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ, ഇനി അടുത്ത പുരോഹിതന്മാർക്ക് അവരുടെ അശുദ്ധിയെക്കുറിച്ച് പറയുകയാണ്. അവരെന്തെല്ലാമാണ് മലിനപ്പെടുന്നത് എപ്പോഴാണ്? മരിച്ച ഒരാളുടെ അടുത്ത് ചെന്ന് അവർ സ്വയം അശുദ്ധരാകരുത്. മോശ മുഖാന്തരം കൽപ്പിച്ച പുരോഹിതന്മാരുടെ കാര്യത്തിൽ ഇത് വളരെ സത്യമായിരുന്നു. അതുതന്നെയാണ് യെഹെസ്കേലിന്റെ ആലയത്തിലെ പുരോഹിതന്മാരും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് പറയുന്നത്. അവർ മൃതദേഹങ്ങളും ശവശരീരങ്ങളും ഒഴിവാക്കണം. അവർ എന്ന് പറഞ്ഞാൽ സ്വന്തം ആളുകൾ മരിക്കുമ്പോൾ ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, മക്കൾ, ഇങ്ങനെയുള്ള ക്ലോസ് ആയിരിക്കുന്ന ആളുകൾ മരിക്കുമ്പോൾ മാത്രമേ ആ ശവത്തിൻ്റെ അടുക്ക് പോകാൻ പാടുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. എന്ന് പറഞ്ഞാൽ സമ്പർക്കമുണ്ടാകാൻ പാടുള്ളൂ. അല്ലാതെ മറ്റ് ഡിസ്റ്റൻ്റ് ആയിരിക്കുന്ന ആര് മരിച്ചാലും അവരുടെ അടുക്കൽ പോകാനോ ആ അശുദ്ധമായിരിക്കുന്ന ശവശരീരത്തിൽ തൊടാനോ പാടില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നവരെ. അപ്പോൾ അങ്ങനെ ചെയ്താൽ സ്വന്തമായിരിക്കുന്ന ക്ലോസ് ആയിരിക്കുന്ന ആളുകൾ മരിച്ചു, അവരോടുള്ള ബന്ധത്തിൽ നമ്മൾ അതിനെ തൊടുന്നു, എടുക്കുന്നു, കാര്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ വായിക്കുന്ന 7 ദിവസം അവർ ശുദ്ധീകരണ പ്രകാരം അവർ ശുദ്ധനായിരിക്കണം. 7 ദിവസം. അതിനുശേഷം ആലയത്തിൻ്റെ അകത്ത് വന്നിരുമ്പോൾ
അവൻ്റെ ശുദ്ധീകരണത്തിനായുള്ള യാഗം കഴിച്ച ശേഷം മാത്രമേ അവൻ അതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഴയ കാലഘട്ടത്തിൽ മോശ മുഖാന്തരം അരുളി ചെയ്തപ്പോഴും ഇത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. യെഹെസ്കേൽ കാലഘട്ടത്തിലും പണിയപ്പെടുന്ന ആലയത്തിൻ്റെ അകത്തും അങ്ങനെ തന്നെയാണെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കിനിയും 28 മുതൽ 31 വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവരുടെ അവകാശമോ ഞാൻ തന്നെ, അവരുടെ അവകാശം നിങ്ങൾ അവർക്ക് ഇസ്രായേലിൽ സ്വത്തൊന്നും കൊടുക്കരുത്. ഞാൻ തന്നെ അവരുടെ സ്വത്താകുന്നു. അവർ ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം എന്നിവ കൊണ്ട് ഉപജീവനം കഴിക്കണം. ഇസ്രായേലിൽ നിവേദിതമായതൊക്കെയും അവർക്കുള്ളതായിരിക്കണം. സകലവിധ ആദ്യഫലങ്ങളിലും ഉത്തമമായതും വഴിപാടായി വരുന്ന എല്ലാ വക വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന് നിങ്ങളുടെ തരിമാവിന്റെ ആദ്യ ഭാഗവും പുരോഹിതന് കൊടുക്കണം. താനേ ചത്തതും പറിച്ചു കീറിപ്പോയതുമായ പക്ഷിയെയോ മൃഗത്തെയോ ഒന്നിനെയും പുരോഹിതൻ തിന്നരുത്. ഇനിയും പുരോഹിതന്മാർക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയും. ഞാൻ മൊത്തം പറയുവാൻ നമ്മുടെ സമയം ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടേക്കാം. അവിടെ പറയുന്നു, അവർക്ക് ഒന്നിനു മേലും അവകാശമില്ല. അവരുടെ അവകാശം ഞാൻ തന്നെ അവരുടെ അവകാശം. നീ ഇസ്രായേൽ സ്വത്ത് ഒന്നും അവർക്ക് കൊടുക്കരുത്, ഞാൻ തന്നെയാകുന്നു അവരുടെ സ്വത്ത്. ആവർത്തന പുസ്തകം 10-9 വാക്യം ഒന്ന് വായിച്ച്. ആവർത്തനം 10:9. അതുകൊണ്ട് ലേവിക്ക് അവന്റെ സഹോദരന്മാരോട് കൂടെ ഓഹരിയും അവകാശവും ഇല്ല. നിന്റെ ദൈവമായ യഹോവ അവന് വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവന്റെ അവകാശം. നോക്കണം, മോശ മുഖാന്തരം ദൈവം അവരെ മരുഭൂമി നടത്തി കനാൻ നാട്ടിലേക്ക് വന്നു. അവരെ ലാൻഡെല്ലാം സെറ്റിൽ ചെയ്ത് മുൻപ് തന്നെ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് അവർക്കൊരവകാശവുമില്ല. ലേവ്യർക്കൊരവകാശവും ഈ സ്വത്തിൻ്റെ അകത്തോ ഈ ഭൂമിക്കകത്തോ ഇല്ല. ദൈവം പറഞ്ഞു, ഞാനാണ് അവരുടെ അവകാശം, ഞാനാണ് അവരുടെ സ്വത്ത്. ബാക്കിയുള്ള എല്ലാ ഗോത്രങ്ങൾക്കും അവരുടേതായ നിലയിൽ വീതം വെച്ച് കൊടുക്കുമ്പോൾ മോശ മുഖാന്തരം അരുളി ചെയ്തു, ലേവി ഗോത്രത്തിന് അവകാശമായി 1 ഇഞ്ച് ഭൂമി പോലും കൊടുത്തേക്കല്ലേ, അവർക്ക് ഒരു സ്വത്തും കൊടുത്തേക്കല്ലേ. അവരുടെ അവകാശം ഞാനാണ്, അവരുടെ സ്വത്ത് ഞാനാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ഇറക്കിയ ലേവി ഗോത്രത്തിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി യഹോവയെ ദൈവമാണ്, ബാക്കി ആരുമല്ല. ബാക്കിയുള്ളവർക്കെല്ലാം വീതം കിട്ടിയത് പലതരത്തിലുള്ള നാശങ്ങളുടെ പോയാലും ശരി, ലേവി ഗോത്രക്കാരൻ്റെ അവകാശത്തിന് ഒരു ക്ഷയവും സംഭവിക്കത്തില്ല. ബാക്കിയുള്ളവന് സ്വത്ത് നശിച്ചു പോയാലും ലേവി ഗോത്രക്കാരന് സ്വത്ത് നശിക്കത്തില്ല. കാരണം അവൻ്റെ അവകാശവും അവൻ്റെ സ്വത്തും യഹോവയായ ദൈവം മാത്രമാണ്. ഇന്ന് രാത്രിയിൽ ഈ ഭാഗം ഞാൻ പറഞ്ഞു നിർത്താൻ വേണ്ടി പോവുകയാണ്. സങ്കീർത്തനം വായിക്കുന്നത്, എൻ്റെ പാനപാത്രത്തിൻ്റെ പങ്ക് നീ യഹോവേ നീയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്ന നാം ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഭൂമിയിൽ ഒന്നും സ്വരൂപിച്ചു വെക്കരുത്. അതെല്ലാം പുഴുവെടുക്കുന്നതും തുരുമ്പരിക്കുന്നതും ദുഷ്ടന്മാർ കവർന്നു മോഷ്ടിക്കുന്നതുമാകിയാൽ അതൊന്നും ഇവിടെ നിങ്ങൾ സമ്പാദിക്കല്ലേ എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന് മകനായി ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് പറയട്ടെ, ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ശരി, അതൊന്നും നമ്മുടെ അവകാശമോ അതൊന്നും നമ്മുടെ സ്വത്തോ അല്ല.
നമ്മുടെ അവകാശം, നമ്മുടെ സ്വത്ത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ആമേൻ, ആമേൻ. അതുകൊണ്ട് ഈ ലോകപ്രകാരം ദൈവം ഭൗതിക നന്മകൾ തന്നു, അതെൻ്റെ സമ്പത്താണ്, അതെൻ്റെ സ്വത്താണ്, അതെൻ്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊന്നും അങ്ങ് ചെല്ലുമ്പോൾ വിലപ്പോകത്തില്ല. അങ്ങ് ചെല്ലുമ്പോൾ വാസ്തവമായി നമ്മുടെ കർത്താവ് നമ്മുടെ അവകാശം, നമുക്കുള്ള ഓഹരിയെ അവൻ പരിപാലിക്കുന്നു, അവൻ നമ്മുടെ സ്വത്താണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ ലോകപ്രകാരമുള്ള ഭൗതിക നന്മകൾ കൂട്ടിക്കൂട്ടി വയ്ക്കാതെ, അതിനുവേണ്ടി മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കാതെ, ദൈവത്തിന് വേണ്ടിയും ദൈവനാമത്തിന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്താൽ, അത് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടാൽ, നിന്റെ അവകാശം ആരും തട്ടിപ്പറിക്കത്തില്ല, നിന്റെ സ്വത്താരും തട്ടിപ്പറിക്കത്തില്ല. ഇങ്ങനെയാണല്ലോ പത്രോസ് പറയുന്നത്, ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്ത അവകാശത്തിനായി നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്കുള്ള അവകാശം, നമുക്കുള്ള സമ്പത്ത് നശിക്കുന്നതല്ല, ക്ഷയിക്കുന്നതല്ല, വാടിപ്പോകുന്നതല്ല, നിലനിൽക്കുന്നതാണ്. അത് നമ്മുടെ കർത്താവ് മാത്രമാകിയാൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മുടെ കർത്താവ് മാത്രമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവിനെ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതയാത്ര തുടരാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.